ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു പരിപാടി ഇന്നൊരു സീക്രട്ടായിട്ടുള്ളൊരു പരിപാടിയൊക്കെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് ഇച്ചിരി പാറയും കാര്യങ്ങളൊക്കെ കടത്തലാണ് ഇന്നത്തെ പരിപാടി. ഓക്കെ, അപ്പം നമ്മളോടൊരു അതും നമ്മുടെ ലോറി തന്നെയാണ്. ഇവിടുന്ന് കുറേ പാറകൾ മോഷണം നടത്തിക്കൊണ്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പം അവിടെ നമ്മുടെ ഒരു പുള്ളി നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു എങ്ങനെയും കുറച്ച് പാറകൾ ഒപ്പിച്ച് തരാമെങ്കിൽ കുറച്ച് ക്യാഷൊക്കെ അങ്ങ് തരാമെന്ന്. അപ്പോൾ എന്തായാലും ഇത് പെർമിറ്റ് ഇല്ലാത്തതാണ്, നമ്മളെന്തായാലും കൊണ്ടുപോകാനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മളിത് ഈ ഒരു ഭാരത് ബെൻസും കാര്യങ്ങളൊക്കെയാണ് എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പിള്ളേർ ഇവിടെ നിറച്ച് ലോഡും കാര്യങ്ങളൊക്കെ അടിച്ച് ഇവിടെ ഈ ഒരു ബിൽഡിങ് പണിയാനായിട്ട് ഇവിടെ കൊണ്ടുവന്ന കട്ട മൊത്തം നമ്മൾ എടുത്തുകൊണ്ട് പോവുകയാണ്. ഓക്കെ, അങ്ങനെ ഒരു 6-7 മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ ഫുള്ള് ലോഡ് കയറ്റിയിട്ടുണ്ട്. എന്തായാലും ഇവിടുന്ന് നേരെ പോകുക എന്നുള്ള പരിപാടിയാണ്. ഈ ഒരു ബിൽഡിങ് പണിയാനായിട്ടാണ് പാറയും കാര്യങ്ങളൊക്കെ വന്നത്. എന്തായാലും നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇറങ്ങാം. ഇവിടുന്ന് ഇറങ്ങുന്ന ഒരു സീനേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ സീനും കാര്യങ്ങളൊന്നും ഇല്ല, പോലീസൊന്നും പിടിക്കാതെ അങ്ങ് പോയാൽ മതി. ഓക്കെ, അങ്ങനെ നമ്മളെന്തായാലും വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. വണ്ടി വഴിയിൽ വണ്ടിയും കാര്യങ്ങളും ഒരു തരത്തിലുള്ള വണ്ടി, അതായത് പോലീസ് വണ്ടിയോ അല്ലെങ്കിൽ വേറെ അങ്ങനെ ഒരു വണ്ടികളും കാണുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സമയത്ത് വണ്ടി അങ്ങ് ഇറക്കാം. ഓക്കെ, എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ട് ഇറക്കാം. നമുക്ക് അല്ലാതെ ഇറക്കാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ ഇറക്കമായതുകൊണ്ട് ചെറിയൊരു പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, പോരട്ടെ. ഓക്കെ, നൈസായിട്ട് പുത്തൻ നമ്മളൊരു നമ്മുടെ അല്ല ഈ വണ്ടി ശരിക്കും നമ്മുടെ, സത്യം പറഞ്ഞാൽ നമുക്കൊരു ഭാരത് ബെൻസ് ഇതുപോലത്തെ ഒരു വണ്ടി, അത് ഫുള്ള് യെല്ലോ കളറ്, അതുപോലത്തെ പിന്നെ ഒരു എസ് സി ലോറിയാണുള്ളത്, നമ്മുടെ ടിപ്പർ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നൈസായിട്ട് നമുക്ക് ഈ വഴി കൂടെ അങ്ങ് ഇറക്കാം. ഓക്കെ സെറ്റ്. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ വരുന്നത്. നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യാൻ സമയമൊന്നുമില്ല ഗൈസ്, പോലീസ് പിടിച്ചെല്ലാം തീർന്നു. ഓക്കെ, അപ്പം നമ്മൾ പോകുന്ന വഴി പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ബിൽഡിങ്ങിൽ അവർ രാവിലെ ആകുമ്പോൾ പണിക്കൊക്കെ വരുമ്പം കല്ലും കാര്യങ്ങളൊന്നും കണ്ടില്ല, അവർ നേരെ എന്തായാലും പരാതി കൊടുക്കും. അപ്പോഴേ പിന്നെ പോലീസൊക്കെ തിരക്കാനായിട്ട് തുടങ്ങത്തുള്ളൂ. ഓക്കെ, അപ്പം അതിന് മുമ്പ് നമ്മളിത് അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ്. ഓക്കെ, അധികം സ്പീഡിൽ പോയാൽ വല്ല ഡൗട്ട് അടിക്കും, അല്ല പിന്നെ എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണെന്നൊക്കെ പാറയും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നല്ല പണിയാവും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് പോകാം. എന്തായാലും അധികം വണ്ടിയൊന്നും ഇല്ല, നൈറ്റ് ആയതുകൊണ്ടായിരിക്കും. ഓക്കെ, പോലീസ് വണ്ടിയൊന്നും കാണരുത്, ആരും പിടിക്കാതിരുന്നാൽ മതിയായിരുന്നു. നമ്മൾ പോകുന്ന വഴിയിൽ കുറച്ച് ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്, അതുവഴിയൊക്കെ കടത്തി തരാനാണ് നമ്മുടെ ആ ഒരു പുള്ളി പറഞ്ഞത്. ആ പുള്ളി അവിടുത്തെ ഒരു ഡോണാണ്. ഓക്കെ, എന്തായാലും ഇത് കൊണ്ട് കൊടുത്താൽ നല്ല ക്യാഷും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അത് അവിടെ കൊണ്ട് കൊടുത്തേക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ നൈസായിട്ട് നമ്മുടെ ഭാരത് ബെൻസ് കൊണ്ട് നമ്മുടെ പെർമിറ്റ് ഇല്ലാത്ത പാറകളും കൊണ്ട് നമ്മൾ റോഡിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു സീക്രട്ടായിട്ടുള്ള ഒരു വഴി നമുക്ക് തന്നിട്ടില്ല, ഫുള്ള് ഇതുപോലത്തെ വഴികളിലൂടെയാണ് നമ്മൾ പോവേണ്ടത്. ഓക്കെ, ഫുള്ള് ലോറിയൊക്കെയാണ്, ഇതുപോലത്തെ വഴികളിലൂടെയാണ് മൊത്തം നമ്മൾ പോവേണ്ടത്. ഒരു സീക്രട്ടായിട്ടുള്ള ഒരു വഴിയും തന്നിട്ടില്ല, കാരണം അതുവഴിയെല്ലാം പോവുകയാണെങ്കിൽ നമുക്ക് പോലീസുകാർക്ക് ഡൗട്ട് അടിക്കും. അതുപോലെ തന്നെ സീക്രട്ട് വഴി കൂടെ പോവുകയാണെങ്കിൽ ഇച്ചിരി റിസ്ക്കാണ് ഈ വലിയ വണ്ടിയിൽ ഇത്രയും ലോഡൊക്കെ വെച്ച് പോവാന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും തട്ടാതെ മുട്ടാതെ സൂക്ഷിച്ച് എടുക്കണം. നമ്മൾ ചെറിയ വഴിയിൽ ഈ ബസ്സും ഒക്കെ വരുന്നതാണ്. ഓക്കെ, നൈറ്റ് സർവീസുള്ള കുറേ പ്രൈവറ്റ് ബസ്സൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും ഇനി വണ്ടിയൊന്നും വന്നില്ല, നമുക്ക് അടിച്ച് പറത്തി പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് എത്താം. എന്തായാലും രാവിലെ ആവും അവിടെ എത്തുമ്പോഴത്തേക്ക്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്, നൈറ്റ് 9 മണി. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും അവിടെ എത്തുമ്പോഴത്തേക്ക് രാവിലെയൊക്കെ ആവും. നമുക്ക് മെല്ലെ ഓടിച്ചുകൊണ്ട് വേണം പോകാനായിട്ട്. ഓക്കെ, ഈ പോലീസ് ഗൈസ് വീഡിയോ പോലീസ് അങ്ങാണ്ടാന്ന് തോന്നുന്നു, നമ്മൾ ശ്രദ്ധിച്ചില്ല, ജസ്റ്റ് മിസ്. അവരെന്തായാലും കണ്ടാലും സീനൊന്നുമില്ല, കാരണം ഇത് അവർ വിചാരിക്കും ഇത് പാറ, അതായത് പെർമിറ്റ് ഉള്ളതാണെന്ന് വിചാരിച്ച് വിട്ടോളും. കാരണം ഇത് നമ്മൾ മോഷ്ടിച്ചാന്ന് അവർക്ക് അറിയത്തില്ലല്ലോ, അതാണ്. ഓക്കെ, പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് അവർ വല്ല പാറയൊക്കെ കാണാതെ വരുമ്പോഴത്തേക്ക് ഈ കേസോ വല്ലതും കൊടുത്താൽ ഉള്ളൊരു സീനേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മുടെ 2 വണ്ടി പ്രകാശിലൊക്കെ കിടക്കുന്നുണ്ട്, അവൻ്റെ ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നമുക്ക് ക്യാഷിന് ക്ഷാമവും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ അത് കഴിഞ്ഞാൽ നമുക്ക് കുറേ പരിപാടിയൊക്കെ ഇല്ല, അതിനായിട്ട് ഗ്രാഫ് അടിക്കണം, അതുപോലെ നമ്മുടെ ലോറി ഡ്രൈവർമാർക്കൊക്കെ ശമ്പളം കൊടുക്കണം, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അതിനൊക്കെ നമ്മുടെ ഫണ്ടൊന്നും ഇല്ല.
ആകെപ്പാടെ ആ ലോറിയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ക്യാഷേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഇപ്പം കുറച്ച് ക്യാഷ് കിട്ടി അങ്ങ് കിട്ടട്ടെ, ഒരു 1-2 crore കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ഈ ഒരു പരിപാടി ചെയ്ത് കൊടുത്താൽ. വളരെ റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. ഇതൊരു വലിയൊരു മുതലാളിയുടെ അവിടെ കിടന്ന ആ ഒരു പാറകൾ മൊത്തം നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇതുപോലെ അങ്ങനെ മോഷണമൊന്നും ഇതുപോലെ പോയിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ സെക്യൂരിറ്റി ഒന്ന് നിർത്താഞ്ഞത്. അപ്പം ഇങ്ങനെ വല്ല മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ സെക്യൂരിറ്റി ഗാർഡിനെയും കാര്യങ്ങളൊക്കെ നിർത്തും. പിന്നെ നമുക്ക് അവിടോട്ട് അനങ്ങാൻ പോലും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും അവരങ്ങനെ നിർത്തിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഏകദേശം ഒരു 1-2 കോടി രൂപ നമുക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പറ്റിക്കുവാണോന്ന് അറിയത്തില്ല. പറ്റിക്കുവാണെങ്കിൽ അവനെ അവിടെ ഇട്ട് ഞങ്ങൾ പഞ്ഞിക്കിടും. നമ്മുടെ വണ്ടിക്കകത്ത് കുറച്ച് പിള്ളേരോടുണ്ട്. ഓക്കെ, അപ്പോൾ 1-2 crore എന്നൊക്കെ പറഞ്ഞപ്പോഴേ നമ്മൾ അങ്ങ് സമ്മതിച്ച്, ഇത്ര റിസ്ക് ആണെങ്കിലും അങ്ങ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ ഓൺ ദ വേ ആണ്, പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഫ്രണ്ടിലൊരു പോളോ ഒക്കെ കിടക്കുന്നുണ്ട്. നമ്മളവനെയൊക്കെ പാസ് അടിച്ചങ്ങ് വിടുവാണ്. അവന്മാർ മാറുന്നൊന്നുമില്ല. പിന്നെ ഈ ഒരു വഴി കൂടി ഇത്രയും വലിയ വണ്ടി വെച്ച് ഓവർടേക്ക് ചെയ്യാനും നല്ല സീനാണ്. ഓക്കെ 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 സൈഡ് വല്ലതും ഒരഞ്ഞു കഴിഞ്ഞാൽ ആൾ കൂടും, പണിയാകും. ഓക്കെ, ഒരച്ചാലും ഇനി നമ്മൾ നിർത്താതെ പോകണം. അതാണ് ഫുള്ള് ഗ്രാഫൊക്കെ അടിച്ച് നല്ല പക്ക ഒരു ബസ്സിനെ വെല്ലുന്ന രീതിയിലുള്ളൊരു മോഡൽ ലോറിയാണ് നമ്മുടെ ട്രക്ക്. ഭാരത് ബെൻസിൻ്റെ ഫുള്ള് ഒരു പ്രൈവറ്റ് വണ്ടിയാണ്, പ്രൈവറ്റ് ലോറിയാണ്. ഫുള്ള് ഗ്രാഫൊക്കെ അടിച്ച് കയറ്റി സെറ്റാക്കിയതാണ്. നമ്മൾ ഈ ഒരു വളവിന് ഗൈസ് ഓവർടേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നൈസായിട്ട്. ഓക്കെ, അങ്ങനെ ബസ് വരുന്ന കണ്ടുകൊണ്ടാണ് നമ്മൾ സൈഡ് ഒതുക്കിയത്. ഇല്ലേ നമ്മൾ ഇവിടെ ഒരു ബ്ലൂ കളർ ആ ഒരു ലോറി ഐഷറിനെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറിയാൻ, ആ ഒരു ബസ് വന്നുകൊണ്ടാണ്. ഓക്കെ, നമ്മളങ്ങനെ ഹോൺ അടിച്ചടിച്ച് പോവുകയാണ്. ഒരുത്തനും മാറിത്തരുന്നൊന്നും ഇല്ല ഗൈസ്. ആ ഫ്രണ്ടിൽ കിടക്കുന്ന ആ വണ്ടി അവൻ സൈഡ് തരുന്നുണ്ട്, പക്ഷേ വേറെ വണ്ടികൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കയറിപ്പോവാനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിൽ കൊമ്പനൊക്കെ പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ അങ്ങനെ നമ്മൾ അവനെ ഓവർടേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. ഐഷറാണോ മഹീന്ദ്രയാണോ ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, എന്തായാലും നമ്മൾ ടെൻഷൻ അടിച്ച് തിരക്ക് പിടിച്ച് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ ലോറി ശ്രദ്ധിക്കാൻ പോവല്ലേ. ഓക്കെ, അങ്ങനെ ഇറക്കവും ഇറക്കത്തൊക്കെ വെച്ച് നല്ല ഹെവി ലോഡായതുകൊണ്ട് ബ്രേക്ക് കട്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. കട്ടായാൽ പണി കിട്ടും. അതാണ് നമ്മൾ ഈ ബ്രേക്ക് പിടിക്കാതൊക്കെ അങ്ങ് ഇറക്കുന്നത്. ഇടിച്ചാൽ സീനില്ല. 2 കോടിയല്ലേ കിട്ടാൻ പോകുന്നത്. അമ്മമാർക്ക് ഈ ലോറിയുടെ ഉടമസ്ഥന് പൈസ കൊടുക്കാം നമുക്ക്. എല്ലായിടത്തും വണ്ടി ഇടിച്ചാലൊക്കെ. ഓക്കെ, അപ്പം അങ്ങനെ ഇടിക്കാതെ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കുമെന്നറിയത്തില്ല, കാരണം ഇത്രയും റിസ്ക് പിടിച്ചൊരു പരിപാടിയല്ലേ. ഓക്കെ, അപ്പോൾ പുതിയ ലോറിയാണ്. ഇതിപ്പോൾ ഒരു 3ാമത്തെ ട്രിപ്പാണ്. 2 ട്രിപ്പ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പം 2 ട്രിപ്പ് അവൻ എടുത്തു. ഇത് 3ാമത്തെ ട്രിപ്പ് നമ്മളാണ് എടുക്കുന്നത്. ഞാൻ ഈ ഐഷർ നമ്മുടെ ടാറ്റ SC ലോറി കൊണ്ടുപോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തട്ടിയാലും മുട്ടിയാലും ഒരു സീനും ഇല്ല. പക്ഷേ അത് കൊണ്ടുപോയി കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് വെച്ചാൽ അതിനകത്ത് അത്രയും ലോഡ് ഇപ്പോൾ ഈ വണ്ടി കയറ്റിയേക്കുന്ന അത്രയും ലോഡ് കയറത്തില്ല. ഒരു 2 SC ലോറി വേണം ഈ ഒരു ലോഡ് കയറ്റാനായിട്ട്. അപ്പോൾ 2 വണ്ടിയൊക്കെ പോകാമെന്ന് വെച്ചാൽ നല്ല റിസ്ക് അല്ലേ. അപ്പോൾ അതാണ് നമ്മളിതെല്ലാം ഈ ഒരു വണ്ടി കൊണ്ടുപോകാനായിട്ടുള്ള കാരണം. ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, നൈസായിട്ട് പണി വാളിയിട്ടുണ്ട്. ഓക്കെ, ആ പന്നികൾ കേസ് കൊടുത്ത് ഗൈസ്. ആ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ അവന്മാരപ്പം പോലീസൊക്കെ നമ്മുടെ വണ്ടി അവിടെ പിടിച്ചിട്ടിട്ടുണ്ട്. കണ്ടില്ലേ. പക്ഷെ അവന്മാർ രാവിലെ ആയിട്ടുണ്ട്. അവന്മാർ അവിടെ ചെന്ന് പറഞ്ഞ് അപ്പം നമ്മളെ പിടിക്കാനായിട്ടുള്ള സെറ്റപ്പൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവർ. പണി വാളി. എന്തായാലും അവർ ലോറി പിടിച്ച ടൈമിൽ നമ്മൾ ചാടി അങ്ങ് ഇറങ്ങി രക്ഷപ്പെട്ട് ഓടി. അതുകൊണ്ടാണ് നമ്മളെ പോലീസ് പിടിക്കാഞ്ഞത്. എന്തായാലും പോലീസുകാർ ചായ കുടിക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അവസാനം അവർ ചായ കുടിക്കാനൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് നൈസായിട്ട് പോവാം. ഓക്കെ നമ്മൾ ചാടി കയറിക്കോ. ഓക്കെ, ഡോറൊക്കെ തുറന്നിട്ടേക്കുവാണത്. MVD ആണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് പോവാം. എന്തായാലും പെട്ടെന്ന് തന്നെ.
ഇനി വണ്ടിക്ക് ഗ്രാഫ് അടിച്ചുകൊണ്ടാണോ പോലീസ് അല്ല MVD പിടിക്കാൻ വന്നതെന്നൊരു ഡൗട്ടുണ്ട്. എന്തായാലും നമുക്ക് പോയേക്കാം. ശരിക്കും നമുക്ക് അങ്ങോട്ട് തിരിച്ചാണ് പോവേണ്ടതൊക്കെ. അപ്പം നമ്മൾ നേരെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ തിരിക്കാനൊന്നും ടൈമില്ല. തിരിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പോലീസും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പിടിക്കും. അതാണ്. അപ്പം നമുക്ക് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും തിരിച്ചുകൊണ്ടൊക്കെ വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളങ്ങനെ പെട്ടെന്ന് അവിടുന്ന് ഭയങ്കര സ്പീഡിൽ തിരിച്ചെടുത്തുകൊണ്ട് വരുവാണ്. അവിടെ പോലീസുകാരൊക്കെ ഇപ്പോൾ വന്ന് കാണും. ഏകദേശം ഇരുട്ടൊക്കെ ആകാറായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും രാവിലെ അവിടെ എത്തണമെന്ന് പറഞ്ഞാണ്. എന്തായാലും സീനില്ല. നമ്മൾ കുറേ താമസിച്ചു. നമ്മളൊരു 6-7 മണിക്കൂറോളം അവിടെ നിൽക്കുമായിരുന്നു, ലോറിയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട്. എന്തായാലും പോലീസും കാര്യങ്ങളൊക്കെ പോയിട്ട് നമ്മളെ തപ്പാനായിട്ട് പോയിട്ടുണ്ട്. ആ ടൈമിലാണ് നമ്മൾ ഈ ഒരു വഴി കൂടെ കടന്നു പോകുന്നത്. ഓക്കെ, എന്തായാലും പോലീസൊന്നും പിടിക്കാതെ അപ്പം നമ്മൾ ആ പുള്ളിയെ വിളിച്ച് പറഞ്ഞപ്പോൾ എവിടെയാണ് ഇത് നിർത്തേണ്ടതെന്ന് ചോദിച്ചപ്പം ആ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇവിടെ അടുത്തുള്ളൊരു ബസ് സ്റ്റാൻഡിലാണ്, ആ ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ, നമ്മുടെ ബസ് സ്റ്റാൻഡ് അവിടെ ആയിട്ട് കയറ്റിയിടാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ എവിടെയാണ് ബസ് സ്റ്റാൻഡൊന്നും കാണുന്നില്ലല്ലോ. നമ്മൾ ഹമ്പൊക്കെ സ്പീഡിലാണ് ചാടുന്നത്. കാരണം പെതുക്കെ ചാടിയൊക്കെ പോകാനുള്ള സമയമില്ല. പെതുക്കെ ചാടിക്കുലുങ്ങി പോകുമ്പോൾ പോലീസ് പിടിക്കും. ഇതൊരു ട്രാവലർക്കാരുടെ മാറടോ. ഇത് അതിൻ്റെ ഇടയിൽ വണ്ണസ് കുത്തി കയറുന്നു. ഓക്കെ, എളുപ്പം ആരെങ്കിലും ഒക്കെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ നമുക്ക് മാറിക്കോ. ഇത് നമ്മളെ പിടിക്കാനാണ് ഈ സംഭവം മൊത്തം ഇവിടെ വെച്ചേക്കുന്നത്. അവിടുന്ന് പരാതി കിട്ടിയപ്പോഴേ ഇവിടെ സാധനങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി നമ്മളെ പിടിക്കാനായിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ബസ് സ്റ്റാൻഡ്. ഓക്കെ, ഇതാണ് നമുക്ക് ലൊക്കേഷൻ തന്നെ. എന്തായാലും പെട്ടെന്ന് അകത്തേക്ക് കയറ്റാം. എന്തായാലും രാവിലെ വന്നിട്ട് പണി പാളി. രാവിലെ വന്നിട്ട് ഇപ്പോൾ രാത്രി വരെ ആയിട്ടുണ്ട്. ഫുള്ള് ബസ്സാണ്. നമുക്ക് ഇവിടോട്ട് ഒതുക്കിയിടാം. ഓക്കെ, അതാകുമ്പോൾ പോലീസും കാണത്തില്ല, നൈറ്റ് ആയതുകൊണ്ട്. ഓക്കെ, എന്തായാലും ഫുള്ള് പാറയാണ് ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്കിവിടെ വണ്ടി നിർത്തിയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് പോലീസും കാര്യങ്ങളൊന്നും പിടിക്കാൻ ചാൻസ് ഇല്ല. വണ്ടി ഓഫ് ചെയ്തിട്ട് പോകും. എന്തായാലും ഈ ഒരു പ്രൈവറ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ വണ്ടി ഇടുമെന്ന കാര്യത്തിൽ പോലീസുകാർക്കും ഒരു ഡൗട്ടാണ്. അതുകൊണ്ട് അവർ ഇവിടെ കയറി തപ്പാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ബസ്സിഡിൻ്റെ RP സീരീസാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു RP സീരീസുമായിട്ട് കാണാം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണാം ഗൈസ്. അപ്പം ബൈ. ഓക്കെ.